മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കുങ്കുമപ്പൂവും കൊണ്ടൊരു സിബപ്പ് പോലെ ഉണ്ടാക്കിയാലോ? കണ്ടോ കുങ്കുമപ്പൂ? കണ്ടോ? അതുണ്ടാക്കാം. ആദ്യം കുങ്കുമപ്പൂ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത്, കണ്ടോ കുങ്കുമപ്പൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ കുങ്കുമപ്പൂ തന്നെ തേനും ഒഴിച്ചുണ്ടാക്കിയതാണ്. ഇതാ ചെറുനാരങ്ങയും തേനും. അതുണ്ടാക്കുന്ന രീതി: തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്കിതാ സിബപ്പ് പോലെ ഉണ്ടാക്കാം. കണ്ടോ? ഏലക്കായും ഒക്കെ ഇട്ട് നല്ല. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കുങ്കുമപ്പൂവിൻ്റെ മൂട് കാണണ്ടേ? ചെടി കാണണ്ടേ? പോകാം, നമുക്ക് ചെടി കണ്ടിട്ട് വരാം. അങ്ങ് പറമ്പില്ല നട്ടേക്കുന്ന്. ചെടി ഇതിൻ്റെ പൂ കണ്ടോ? കണ്ടോ കുങ്കുമപ്പൂ? ഇതിൻ്റെ കായ കണ്ടോ? ഇത് പറിച്ചാണ് ഞാൻ ജ്യൂസാക്കി എടുത്തിട്ട് കുങ്കുമപ്പൂ അല്ല, ശംഖുപുഷ്പത്തിൻ്റെ പൂ. അതിൻ്റെ കായ ഇതാണ്. ഇതിൻ്റെ പൂത ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിൻ്റെ സിബപ്പ് ഉണ്ടാക്കിയത് കണ്ടോ? അത് പറിച്ചുകൊണ്ട്, ഈ പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. നമുക്ക് ആവശ്യം ഒരു ഗ്ലാസ് വെള്ളം, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമേ വെച്ചുള്ളൂ. എന്നിട്ടത് ജ്യൂസായ ശേഷം കണ്ടോ, ജ്യൂസ് ഈ നിറമാണ് കണ്ടോ? അത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു കോലും ഇട്ട് വെച്ചു, പഞ്ചസാരയും ചേർത്ത്. ഇത് നമുക്കിതുപോലെ കഴിക്കാം. ഇത് ആ കുങ്കുമപ്പൂവിൻ്റെ ഇതിൽ തന്നെ തേനും ഒഴിച്ച് നാരങ്ങയും പിഴിഞ്ഞ് വെച്ചതാണ്. കുങ്കുമപ്പൂവിൻ്റെ സിബപ്പ്. ഇത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ല ഇതാണ്, ഒരു മരുന്നാണിത്. ഇതിൻ്റെ ഇലയും പൂവും എല്ലാം ഉപയോഗിക്കാം നമുക്ക് ഷുഗറുകാർക്ക്. ഒരു വീട്ടിലൊരു മൂടെങ്കിലും നട്ടുപിടിപ്പിക്കുക. എന്നിട്ട് അതിട്ട് ചായ, ഇത് ഉണക്കിയാണ് വിദേശത്തോട്ടൊക്കെ ചായക്ക് കയറുന്നത്. അയച്ചു കൊടുക്കുന്ന ഓരോരുത്തർ ഷുഗറുകാർ മേടിച്ച് കഴിക്കുന്നു.
നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കുങ്കുമപ്പൂവല്ല കേട്ടോ, ശംഖുപുഷ്പമാണേ. പറഞ്ഞത് മാറിപ്പോയതാ. ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. കുങ്കുമപ്പൂ ചുമന്നിരിക്കുന്നത്, ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം കൊണ്ട് സിപ്പപ്പം ഉണ്ടാക്കിയ ഉണ്ടോ. നമ്മൾ ഏത് പാത്രത്തിൽ ഇട്ട് വെക്കുന്നോ ആ പാത്രത്തിൻ്റെ രൂപത്തിൽ കിട്ടും. ശംഖുപുഷ്പം കൊണ്ട് സിപ്പപ്പം ഉണ്ടാക്കി. പുറത്തെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അലിഞ്ഞ് വരികയതുപോലെ. ഇത് ചെറുനാരങ്ങായും തേനും ഒഴിച്ചുണ്ടാക്കിയത് ശംഖുപുഷ്പത്തിൻ്റെ ഈ കളറാണത്. ഇത് ഷുഗറുകാർക്ക് നല്ലൊരു ഔഷധമാണ്. ഇത് തണലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ പൂവെടുത്താണ് വിദേശത്തേക്കൊക്കെ ഓരോരുത്തർ കയറ്റി അയക്കുന്നത്. ഔഷധമാണത്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ മറന്നു പോകണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ശംഖുപുഷ്പത്തിൻ്റെ സിപ്പപ്പം. ശംഖുപുഷ്പത്തിൻ്റെ സിപ്പപ്പം ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ പറയാം. ആദ്യം ശംഖുപുഷ്പം പറിച്ചുകൊണ്ട് വന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. നമ്മുടെ ആവശ്യാനുസരണം വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് അത് തിളച്ച് അതിൽ ഇച്ചിരി നേരം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളറാകും. എന്നിട്ട് അതിൽ പഞ്ചസാരയോ ഉപയോഗിക്കുന്നവരുടെ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ, നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആ രൂപമുള്ള പാത്രം എടുത്താൽ മതി. ഇത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വ്യത്യാസം ഒരു കളർ വേണം. ഇച്ചിരി തേനും ചെറുനാരങ്ങയും കൂടി ഒഴിച്ച് വേറൊരു രൂപത്തിൽ അതേ കളർ ആക്കിയെടുത്തിട്ടുണ്ട്. ശംഖുപുഷ്പം കൊണ്ട് സിപ്പപ്പം ഉണ്ടാക്കിയത്. ഇപ്പോഴും കുങ്കുമപ്പൂവൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ പേര് ആദ്യം വന്നു. എല്ലാവരും ചെയ്തു നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ചാനൽ മറക്കണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ശംഖുപുഷ്പം ഒരു ഔഷധമാണ്. കുങ്കുമപ്പൂ അങ്ങനെ തന്നെ.
ശംഖുപുഷ്പത്തിൻ്റെ സിപ്പബ്